നമസ്കാരം. റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന നാടൻ കലകളും ജില്ലകളുമാണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ് നാടൻ കലകളും ആ നാടൻ കലയുമായി ബന്ധപ്പെട്ട ജില്ല ഏതാണെന്നുള്ളത്. LDC പരീക്ഷകളും LGS പരീക്ഷകളും പോലുള്ള 10ാം ക്ലാസ് ലെവൽ എക്സാമുകളിലൊക്കെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഏതൊക്കെ കലകളാണ് ഏതെല്ലാം ജില്ലകളിലാണ് പ്രാമുഖ്യം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നാടൻ കലകളും ജില്ലകളും. കോലം തുള്ളൽ എന്ന കല ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം തുടങ്ങിയ ജില്ലകളിലാണ് കണ്ടുവരുന്നത്. കോലം തുള്ളൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം. അടിവേടൻ ചിമ്മാനക്കളി കണ്ണൂരും കാസർഗോഡുമാണ് പ്രധാനമായിട്ടും കാണുന്നത്. തെയ്യവും പൂരക്കളിയും കണ്ണൂരും കാസർഗോഡുമാണ് കൂടുതലായിട്ടും കാണുന്നത്. തെയ്യം കൂടുതലായി കാണുന്നത് കണ്ണൂരാണ്. തെയ്യവും പൂരക്കളിയും കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് കാണുന്നത്. ഗദ്ദിക വയനാടിൻ്റെ കലാരൂപമാണ്. വയനാടിൻ്റെ നാടൻ കലാരൂപമാണ് ഗദ്ദിക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഗദ്ദിക എന്ന് പറയുന്നത്. വയനാടിൻ്റെ നാടൻ കലാരൂപമാണ് ഗദ്ദിക. ചവിട്ട് നാടകവും മാർഗം കളിയും തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ഈ ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കളികൾ കാണുന്നത്. ഒപ്പന കണ്ണൂരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒപ്പന കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്. നമുക്കറിയാം മലപ്പുറം, കോഴിക്കോടും കണ്ണൂരും ഒക്കെയാണ് ഒപ്പന കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ദെൻ അയ്യപ്പൻ തീയാട്ട് പറഞ്ഞ കല തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ് അയ്യപ്പൻ തീയാട്ട് കണ്ടുവരുന്നത്. മുടിയേറ്റ് എറണാകുളവും കോട്ടയവും, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് മുടിയേറ്റ് കണ്ടുവരുന്നത്. മുടിയേറ്റ് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് മുടിയേറ്റ് കണ്ടുവരുന്നത്. അർജുന നൃത്തം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് അർജുന നൃത്തം കണ്ടുവരുന്നത്. പടയണി പത്തനംതിട്ട. ഈ ഗദ്ദിക പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പടയണി കണ്ടുവരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. തിറ കണ്ടുവരുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ്. ദെൻ മീനാക്ഷി കല്യാണം എന്ന നാടൻ കലാരൂപം പാലക്കാടാണ്. മീനാക്ഷി കല്യാണം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മീനാക്ഷി കല്യാണം പാലക്കാട് ആണ് കണ്ടുവരുന്നത്. ഭദ്രകാളി തീയാട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ആലപ്പുഴയും കോട്ടയത്തും നടക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. ദെൻ ആലന്മാല നാടകം കണ്യാർകളി എന്ന് പറയുന്നത് പാലക്കാടാണ്. കണ്യാർകളി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് കെട്ടുകാഴ്ച തിരുവനന്തപുരത്താണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ദെൻ പാണക്കളി പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ്. ഗരുഡൻ തൂക്കമൊക്കെ ഈയിടെ ന്യൂസിൽ ഒരുപാട് കേട്ടുള്ള ഒരു കലാരൂപമാണ് ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ഗരുഡൻ തൂക്കം കണ്ടുവരുന്നത്. പൊറാട്ട് നാടകം പാലക്കാട് ജില്ലയിലാണ്. പൊറാട്ട് നാടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിയാർകളി, പൊറാട്ട് നാടകം, അതുപോലെ പടയണി, ഗദ്ദിക, ഈ 4 എണ്ണം ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മുടിയേറ്റ്, തെയ്യം, ഈ തുടങ്ങിയ ഇത്രയും കലാരൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതും നാടൻ കലാരൂപങ്ങൾ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. പക്ഷേ പ്രധാനമായിട്ടും കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പൊറാട്ട് നാടകം, അതേപോലെ തന്നെ കണ്ണിയാർകളി, അതേപോലെ പടയണി, ഗദ്ദിക, ചവിട്ട് നാടകം, മുടിയേറ്റ് തുടങ്ങിയ തെയ്യം തുടങ്ങിയ കലാരൂപങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. താങ്ക് യു.